ഞാൻ വായിച്ചോണ്ട് ഞാൻ വായിച്ചോണ്ട് ഞാൻ വായിച്ചോണ്ട് ഞാൻ വായിച്ചോണ്ട് ചിരിച്ച ഓമന പേര്. ബിഗ് ബോസ് മലയാളം സീസൺ 7 മോർണിംഗ് ടാസ്ക് ആണ് ഇപ്പൊ ട്രെൻഡിങ്. അപ്പൊ ഇതൊരു വെറൈറ്റി ടാസ്ക് എന്ന് പറയാൻ പറ്റില്ല. എല്ലാ സീസണിലും മിക്കവാറും ഇങ്ങനത്തെ ഒരു ടാസ്ക് ഉണ്ടാവാറുള്ളതാണ്. ഇപ്രാവശ്യം ഇത് ആദ്യം തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ സീസണിൽ ഇപ്പോ നമ്മുടെ അക്ബർ പറഞ്ഞൊരു പേര് മാത്രമാണ് എല്ലാവരും കുറച്ച് ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. അതെനിക്കും പേഴ്സണലി ഒരാളെ വല്ലാണ്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു പേരാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും അക്ബർ പറഞ്ഞത് തെറ്റാണെന്നൊക്കെ പിന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആരൊക്കെ എന്തൊക്കെ പേരാണ് ആരുടെയൊക്കെ പേരാണ് പറഞ്ഞതെന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ വന്നത് നമ്മുടെ ശരത്താണ്. ശരത്തിന് ഇഷ്ടമുള്ള ആള് ആര്യനാണ്. പേര് കൊടുത്തത് ചിരിക്കുടുക്കാന്നാണ്. ഇഷ്ടമില്ലാത്തത് നമ്മൾക്കറിയാം, എന്തായാലും അനീഷിന്റെ പേരായിരിക്കും പറയണത്. അതുപോലെ തന്നെ അനീഷിന്റെ പേരാണ് പറഞ്ഞത്. അനീഷിനെ മുള്ളംപന്നി എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ മുൻഷി, അതായത് രഞ്ജിത്താണ് വരുന്നത്. രഞ്ജിത്തിന് ഇഷ്ടം ആദില നൂറേനെയാണ്. പൂമ്പാറ്റകൾ എന്നാണ് പറഞ്ഞത്. ഇഷ്ടമില്ലാത്തത് റെന ഫാത്തിമ, ഡെലുലു അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പൊ ഇഷ്ടമില്ലാത്തത് ഓൾറെഡി അവര് തമ്മിലൊരു ഏജിന്റെ സംഭവം പറഞ്ഞ് റെന കുറച്ച് ആ ഒരു കോൺവെർസേഷനിൽ റെന തന്നെയാണ് കൂടുതൽ സ്കോർ ചെയ്തത്. അതുകൊണ്ടായിരിക്കണം അവര് തമ്മിലൊരു കോൺഫ്ലിക്റ്റിന്റെ ചെറിയൊരു ഇതുണ്ട്. അടുത്തത് വന്നത് നമ്മുടെ ബിന്നിയാണ്. ബിന്നി പറഞ്ഞത് സരികേനെയാണ് ഇഷ്ടം എന്നാണ്. മാധുരി എന്നാണ് പേര് കൊടുത്തത്. പിന്നെ ഇഷ്ടമില്ലാത്തത് അനീഷിനെയാണ്, ചൊറിയാമ്പുഴു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് വന്നത് നമ്മുടെ RJ ബിൻസിയാണ്. ബിൻസിക്ക് ഇഷ്ടം അനുമോളെയാണ്. പാവക്കുട്ടി എന്നും പേര് കൊടുത്തു. ഇഷ്ടമില്ലാത്തത് അനീഷ് ഫേക്കുട്ടൻ. പിന്നെ വന്നത് നമ്മുടെ നെവിൻ വന്നിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അനുമോളെയാണ്. ക്യൂട്ടി എന്നാണ് പേര് കൊടുത്തത്. ഇഷ്ടമില്ലാത്തത് അനീഷ് ഗ്രാമവാസി വെറുകുണ്ണി എന്നൊക്കെയാണ് പേര് കൊടുത്തത്. അടുത്തത് വന്നത് നമ്മുടെ റെന ഫാത്തിമയാണ്. റെന ഫാത്തിമ നമ്മുടെ തക്രാളിനെയാണ് പറഞ്ഞത്, അതായത് ജിസേലിനെ ജിജി എന്നാണ് പറഞ്ഞത്. പിന്നെ ഒണിയലിനെയാണ് ഇഷ്ടമില്ലാത്തത്. അടുക്കള വീരൻ എന്നാണ് ഒണിയലിനെ പറഞ്ഞത് പേര്. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ആര്യനാണ്. ആര്യൻ തിരിച്ചും ഇഷ്ടം ശരത്തിനാണെന്നാണ് പറഞ്ഞത്. അപ്പുക്കുട്ടീനെ എന്തോ ആണ് പേര് പറഞ്ഞത്. ഇഷ്ടമില്ലാത്തത് മുൻഷീനെയാണ്. മുഷിന് എന്നുള്ള പേരാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് വന്നത് നമ്മുടെ ഒണിയൽ സാബു ആണ്. ഒണിയൽ സാബുവിന് ഇഷ്ടം റെന ഫാത്തിമേനെയാണ്. സെർലാക്ക് എന്നാണ് പേര് കൊടുത്തത്. പിന്നെ ഇഷ്ടമില്ലാത്തത് അനീഷിനെയാണ്. റേഡിയോ എന്നും പേര് കൊടുത്തു. പിന്നെ നമ്മുടെ അക്ബർ ആണ് വന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ അക്ബറിന്റെ ഒരു അങ്ങനത്തെ ഒരു പേര് കൊടുത്തത് മാത്രം ഒരു എന്താ കേട്ട് നിൽക്കുന്നവർക്കും കണ്ടു നിൽക്കുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തോളൂ. കാരണം ഇതൊരു മോർണിംഗ് ടാസ്ക് ആണ്. അപ്പോ ഇതില് കുറച്ച് ഫണ്ണും ഒരുപാട് പേഴ്സണൽ ആയിട്ട് എടുക്കാണ്ട് വേണമായിരുന്നു പറയാൻ. അപ്പൊ അക്ബർ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഒണിയൽ സാബുവിനെയാണ്. മിസ്റ്റർ പെർഫെക്റ്റ് എന്നാണ് പേര് കൊടുത്തത്. ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് നമ്മുടെ സ്വന്തം രേണു സുധിനെയാണ്. രേണു സുധിക്ക് കൊടുത്ത പേരെന്ന് പറഞ്ഞാൽ സെപ്റ്റി ടാങ്ക് എന്നുള്ള ഒരു പേരായിരുന്നു. അത് വേണ്ടായിരുന്നു. പകരം ഇഷ്ടമില്ലെങ്കിൽ കൂടെ വേറെ എന്തെങ്കിലും രീതിയിൽ ഉള്ള പേര് കൊടുക്കാമായിരുന്നു. പക്ഷെ എന്തായാലും രേണു അതുപോലെ തന്നെ അക്ബറിന് തിരിച്ചും ഒരു പേര് ഇടുന്നുണ്ട്. അപ്പൊ കൊടുത്ത കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞ പോലെ അതും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അക്ബറിന് ആ മിസ്റ്റേക്ക് മനസ്സിലാവും. മേ ബി ലാലേട്ടൻ വരുമ്പോ അത് ചോദ്യം ചെയ്യാനും ചാൻസ് ഉണ്ട്. എന്തായാലും അങ്ങനെ തന്നെ പറയേണ്ട കാര്യം ഉണ്ടായില്ല. പിന്നെ വന്നത് നമ്മുടെ ഷാനവാസ് ആണ്. അക്ബറിനെയാണ് ഇഷ്ടം. ടുട്ടുമോൻ എന്നാണ് പേര് കൊടുത്തത്. ഇഷ്ടമില്ലാത്തത് മുൻഷീനെയാണ്. ഫേക്കൻ എന്നാണ് പറഞ്ഞത്. പിന്നെ വന്നത് നമ്മുടെ അഭിലാഷ് പറയുന്നത് ഇഷ്ടമുള്ളത് ഒണിയലാണ്. ഒണിയലിനെ വിളിക്കാൻ ഇഷ്ടം മച്ചാൻ എന്നാണ്. പിന്നെ ഇഷ്ടമില്ലാത്തത് മുൻഷീനെയാണ്. ഇരുതലമൂരി എന്നാണ് പേര് കൊടുത്തത്. ശൈത്യ വന്നിട്ട് പറഞ്ഞത് ഇഷ്ടമുള്ളത് അനുമോളെയാണ്. പിങ്കി എന്ന് പേര് കൊടുക്കാന്ന്. ഇഷ്ടമില്ലാത്തത് അനീഷിനെയാണ്. ടിൻറ്റുമോൻ. പിന്നെ വന്നത് നമ്മുടെ ഷാരികയാണ്. ഷാരികക്ക് ഇഷ്ടം ആദില നൂറയാണ്. ബ്ലൂ ലബൂം എന്നാണ് പേര് കൊടുത്തത്. ഇഷ്ടമില്ലാത്തത് അനീഷിനെയാണ്. അട്ടർ വേസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ രേണുവിനും ഇഷ്ടം ആദില നൂറേനെയാണ്. മിട്ടു മിന്നു എന്നാണ് രേണു അവർക്ക് പേര് കൊടുത്തത്. പിന്നെ അക്ബറിന് തിരിച്ചടിയായിട്ട് പേര് കൊടുത്തത് വേട്ടപ്പട്ടി എന്നാണ്. അപ്പൊ എന്തായാലും ഇങ്ങോട്ട് കിട്ടിയ സ്ഥിതിക്ക് അങ്ങോട്ടും കൂടി കൊടുക്കേണ്ട മര്യാദ രേണു കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കലാഭവൻ സരികയാണ് വന്നത്. സരികക്ക് ഇഷ്ടം മുൻഷീനെയാണ്. ആക്റ്റീവ് എന്നാണ് പേര് കൊടുത്തത്. ഇഷ്ടമില്ലാത്തത് റെന ഫാത്തിമേനെയാണ്. ചൂക്കെ കിഡ് എന്നാണ് പേര് കൊടുത്തത്. പിന്നെ നമ്മുടെ അനുമോള് വന്നു. അനുമോളിന് ഇഷ്ടം നെവിനെയാണ്. നെവിനെ ഉണ്ണിക്കുട്ടൻ എന്നാണ് അനുമോള് വിളിച്ചത്. ഇഷ്ടമില്ലാത്തത് അക്ബറിനെയാണ്. പാഷാണം എന്നും പറഞ്ഞു. പിന്നെ നമ്മുടെ ജിസേൽ തക്രാളാണ് വന്നത്. ജിസേൽ തക്രാളിന് ഇഷ്ടം ആര്യനെയാണ്. ആര്യനെ കൺമണി എന്നാണ് ജിസേൽ പേരിട്ടത്. ഇഷ്ടമില്ലാത്തത് നമ്മുടെ ശരത്ത് റൗഡീനെയാണ്. അപ്പൊ അവര് തമ്മിൽ ഓൾറെഡി ഗുണ്ടി ഒരു സംഭവം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് തോന്നുന്നു ശരത്തിന് റൗഡി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദില നോറ വന്നു. അവര് പറഞ്ഞത് ശരത്തിനെയാണ് ഇഷ്ടം. അണ്ണാരക്കണ്ണൻ എന്നാണ് പേര് കൊടുത്തത്. ഇഷ്ടമില്ലാത്തത് നമ്മുടെ അനീഷിനെയാണ്. മിസ്റ്റർ അപ്പി എന്നും പേര് കൊടുത്തു. അപ്പോ ഈ ഒന്ന് രണ്ട് പേരുകൾ മാത്രമാണ് കുറച്ച് ഇതായിപ്പോയത്. ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല. എന്നാലും ടാസ്ക് അല്ലേ എന്ന് പറഞ്ഞാൽ വലിയ ഫൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
പിന്നെ വന്നത് നമ്മുടെ അനീഷാണ്. അനീഷ് വന്നിട്ട് ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് നമ്മുടെ റെന ഫാത്തിമേനെയാണ്. റെന ഫാത്തിമേനെ പൂവ് എന്നുള്ള പേരാണ് പറയുന്നത്. ഇഷ്ടമില്ലാത്തത് അനുവിനെയാണ്. അനുവിനെ ചതിയെത്തി എന്നാണ് അനീഷ് പേര് കൊടുത്തത്. അപ്പോ ഓൾമോസ്റ്റ് എല്ലാരും പറഞ്ഞേന്ന് നമുക്കറിയാം. ഇഷ്ടമില്ലാത്ത ആളുടെ പേര് പറയാൻ പറയുമ്പോ എല്ലാവരും മിക്കവാറും പറയുന്നത് അനീഷിന്റെ പേരായിരിക്കും. അങ്ങനെ തന്നെ അനീഷിനെയാണ് ഇഷ്ടമില്ലാത്തവരുടെ കാറ്റഗറിയിൽ ഒരു 8ഓളം പേര് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ തമ്മിൽ ഇഷ്ടമാണ്. അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടാണ് അവർ സംസാരിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ മോർണിംഗ് ടാസ്ക്. ഇതിൽ അക്ബറിന്റെ സംഭവം മാത്രമാണ് കുറച്ച് മോശമായിട്ട് തോന്നിയത്. അതെന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കും. പിന്നെ രേണു അതിന് തിരിച്ചു മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ആൾക്ക് നല്ല രീതിയിൽ വിഷമമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മളൊരു ഗെയിം ഷോ ആണ്. ഒരുപാട് പേഴ്സണൽ ആയിട്ട് അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കാന്നുള്ളൂ. പക്ഷെ ബിഗ് ബോസ് ആണ്, അറിയാലോ, ഇതിൽ കൂടുതൽ ഇനിയും കാണാൻ കിടക്കുന്നുള്ളൂ. അപ്പൊ എന്തായാലും റെഗുലർ ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.